Meet the editors. സർക്കാർ പ്രതിരോധത്തിലോ എന്നതാണ് ചോദ്യം. ജിമ്മി ജെയിംസ് ഇന്നേക്ക് 9ാമത്തെ ദിവസമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയിട്ട്. പോലീസ് എല്ലായിടത്തുമുണ്ട്, അതിർത്തിയിലുണ്ട് എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അതിർത്തിയിൽ നിന്നുള്ള ദൃശ്യങ്ങളും നമ്മൾ കണ്ടതാണ്. പക്ഷേ രാഹുലിനെ കിട്ടുന്നില്ല. സർക്കാർ പ്രതിരോധത്തിലാണോ വിഷയത്തിൽ? ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് മായാവി എന്നാക്കി മാറ്റണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. മായാവി രാഹുൽ എന്നാണ് ഇനി വിളിക്കേണ്ട പേര്. കാരണം തമിഴ്നാട്ടിലുണ്ട്, സുള്ളിയിലുണ്ട്, ബാംഗ്ലൂരുണ്ട്. അദ്ദേഹം അതിർത്തി കടന്നു വരാൻ പോകുന്നു, ഇപ്പോൾ എത്തും കോടതിയിൽ, ഹോസ്ദുർഗ് കോടതിയിൽ എന്നൊക്കെ പറയുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ മുഴുവൻ അതായിരുന്നു വാർത്ത. ഇന്നിപ്പോൾ അതിൻ്റെ ഒരു പൊടിപോടുമില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ഡിങ്കനോ അല്ലെങ്കിൽ മായാവിയോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തായാലും സാധ്യമല്ല. ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത് രണ്ടുമല്ലെങ്കിൽ കേരള പോലീസിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാണക്കേടിൻ്റെ അധ്യായമാണ് ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. എന്താ കാരണം? കേരളത്തിൽ ഒരുപാട് കേസിൽ പ്രതികൾ പിടിക്കപ്പെട്ടിട്ടുണ്ട്, രക്ഷപ്പെട്ടിട്ടുണ്ട്. പിടികിട്ടാപ്പുള്ളികളായി സുകുമാരക്കുറുപ്പിൻ്റെ കഥയൊക്കെ നമുക്ക് അറിയാം. പക്ഷേ ഇവിടെ അങ്ങനെ അല്ലല്ലോ വിഷയം. കേരള പോലീസിൻ്റെ ഇതുവരെയുള്ള ട്രാക്ക് റെക്കോർഡ് എടുത്ത് നോക്കൂ. അങ്ങ് കുറ്റം ചെയ്ത പ്രതികളെ ആസാമിലെ ഉൾനാടുകളിൽ പോയി പിടിച്ചിട്ടുള്ള പോലീസാണ് കേരളത്തിലേത്. എപ്പോഴാണ്? കുറ്റകൃത്യം നടന്ന് 3-4 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഇത് പ്രതി ഇന്നാരാണെന്ന് തിരിച്ചറിയുന്നത് പോലും. അത് അവിടെ വരെ പോയി പിടിച്ചിട്ടുള്ള സംവിധാനമുണ്ട്. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ ഇതൊന്നുമല്ലല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി വന്നത് ഓഗസ്റ്റിലാണ്. പ്രേക്ഷകർ ഓർക്കണം, ഓഗസ്റ്റിലാണ് ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. അന്നു മുതൽ ഒരു പ്രധാനപ്പെട്ട പീഡനത്തിനിരയായ യുവതിയുടെ മൊഴിക്കായി കാത്തിരിക്കുകയായിരുന്നു പോലീസ്. കാത്തിരുന്ന് 3 മാസം കഴിഞ്ഞ് നവംബർ 27-ാം തീയതി ഈ പരാതി വരുന്നു. പരാതി രേഖപ്പെടുത്തുന്നത് വൈകുന്നേരം 4:30 മണിക്ക്. പക്ഷേ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ഈ പരാതി വരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാമായിരുന്നു. അന്ന് രാവിലെ മുതൽ എല്ലാ മാധ്യമങ്ങളുമൊക്കെ ഇതിനുള്ള തയ്യാറെടുപ്പിലുമായിരുന്നു. സ്വാഭാവികമായും പോലീസിനും അറിയാം. അപ്പോൾ സാമാന്യ ബുദ്ധിയിൽ എന്താണ് ചെയ്യുക? രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങോട്ടൊക്കെ പോകാൻ സാധ്യതയുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടുത്ത നീക്കം എന്താണെന്ന് പോലീസ് ചിന്തിക്കുമല്ലോ. ഇനി ചിന്തിച്ചില്ലെങ്കിൽ തന്നെ എന്താ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ബലാത്സംഗ കേസിൽ ബലാത്സംഗത്തിനിരയായി എന്ന് പറയപ്പെടുന്ന പെൺകുട്ടി മൊഴി കൊടുക്കാൻ പോവുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താ ചെയ്യുക? ഏത് പ്രതിയും എന്താ ചെയ്യുക? മുങ്ങും. എന്നിട്ട് മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കും. ഇത്രയും കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഇരിക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ത് ചെയ്യുകയായിരുന്നു ആ ദിവസങ്ങളിലൊക്കെ? ഇങ്ങനൊരു പരാതി വരാൻ സാധ്യതയുണ്ടെന്ന് രാവിലെ മുതൽ വാർത്തകൾ വായുവിൽ പ്രചരിക്കുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിലായിരുന്നു, പൊതുജന മധ്യത്തിലായിരുന്നു. 4-4:15 വരെ അദ്ദേഹം പ്രചരണത്തിന് നടത്തേണ്ട ദൃശ്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ മാധ്യമപ്രവർത്തകരൊക്കെ അദ്ദേഹത്തിൻ്റെ അടുത്തും ചുറ്റുമൊക്കെ ഉണ്ടായിരുന്നു താനും. അവിടെ നിന്ന് ഈ വാർത്ത പുറത്തു വരുന്ന കഴിഞ്ഞ് 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും രാഹുൽ മാങ്കൂട്ടത്തിലുള്ള ഫോൺ ഓഫ് ആവുകയാണ്. കേരളത്തിലെ പോലീസ് സംവിധാനം എത്ര മോശമായാലും പൊതുജന മധ്യത്തിൽ നിന്ന് ഒരു പ്രതി രക്ഷപ്പെടാനുള്ള സാധ്യത ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ കണ്ണി പൊട്ടിച്ച് പോയതൊന്നുമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ രക്ഷപ്പെടാൻ അനുവദിച്ചതാണ്. അല്ലെങ്കിൽ അരിയാഹാരം കഴിക്കുന്ന ആരെങ്കിലും വിചാരിക്കുമോ രാവിലെ മുതൽ ഒരു പരാതി വരാൻ പോകുന്നെന്ന് അറിയാവുന്ന പോലീസ് അന്ന് വൈകുന്നേരം വരെ പൊതുജന മധ്യത്തിൽ സജീവമായി നിന്ന ആ പ്രതി ഫോൺ ഓഫ് ചെയ്ത് മുങ്ങുമ്പോൾ പോലീസ് വടി പിടിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? രാഹുൽ മാങ്കൂട്ടത്തിൽ അന്ന് വൈകുന്നേരം പാലക്കാട് നിന്ന് മുങ്ങുമ്പോൾ പോലീസിൻ്റെ സംവിധാനം മുഴുവൻ കണ്ണടച്ചു കൊടുത്തിട്ടാണ്. അതല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അപ്പോഴേ പിടിക്കാമായിരുന്നു. ഇനി നിങ്ങൾ ഒരു വാദത്തിന് പറയാം, പെൺകുട്ടിയുടെ പരാതി വരുന്നതുവരെ, സ്ത്രീയുടെ പരാതി വരുന്നതുവരെ നിങ്ങൾക്ക് തൊടാനാവില്ല. വേണ്ട, നിങ്ങൾക്കൊരു സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസുകാരന് ഇയാളെ ഫോളോ ചെയ്യാമല്ലോ. അതല്ലെങ്കിൽ ഇയാൾക്കെതിരെ ഓഗസ്റ്റിൽ തന്നെ ഒരു പരാതിയുണ്ട്, ആ പരാതിയിൽ വിശദാംശങ്ങൾ ചോദിക്കാൻ വിളിച്ചു വരുത്താമല്ലോ. ഈ 3 മാസമായി രാഹുൽ മാങ്കൂട്ടത്തിനെ വിളിച്ചു വരുത്തിയിട്ടേ ഇല്ല. അവിടെയാണ് കേരള പോലീസിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഗൂഢമായ തന്ത്രം. രാഹുൽ മാങ്കൂട്ടത്തിനെ തൊടണ്ട എന്നുള്ളത് കേരള പോലീസിൻ്റെ അല്ല, കേരള സർക്കാരിൻ്റെ രാഷ്ട്രീയ തീരുമാനമായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പോൾ തൊടണ്ട. ഓഗസ്റ്റിൽ വന്ന ആദ്യമിട്ട പരാതി നവംബർ 27-ന് കഴിഞ്ഞ വ്യാഴാഴ്ച പെൺകുട്ടി നൽകിയ പരാതി, മൊഴി, ഇത് രണ്ടുമുള്ളപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പോൾ തൊടണ്ട എന്നത് തീരുമാനിച്ചത് തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഓടട്ടെ. ഒരു തരം എലിയും പൂച്ചയും കളിയാണ് കേരള പോലീസ് തുടങ്ങി വെച്ചത്. എന്താ കാരണം? രാഷ്ട്രീയം വളരെ വ്യക്തമല്ലേ? തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അതുവരെയുള്ള മുഴുവൻ കഥകൾ? സ്വർണ്ണപ്പാളി കേസിൽ CPMൻ്റെ 2 പ്രധാനപ്പെട്ട നേതാക്കൾ, ഒരു പ്രധാനപ്പെട്ട നേതാവെങ്കിലും മറ്റേയാൾ CPMൻ്റെ അടുത്ത ആളാണ്. VS സർക്കാരിൻ്റെ കാലത്തെ ഒരു പ്രധാനപ്പെട്ട മന്ത്രിയുടെ പേഴ്സണൽ അസിസ്റ്റൻ്റ് ആയിരുന്നു. അങ്ങനെയുള്ള 2 പേർ ജയിലിൽ കിടക്കുകയാണ്. മറ്റേയാൾ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു CPM നേതാവ്, VS പിണറായി പോരിൻ്റെ കാലത്തെ പിണറായി വിജയൻ്റെ കൂടെ ഉറച്ചു നിന്നയാൾ, പത്തനംതിട്ട ജില്ലയിലെ പാർട്ടി സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നയാൾ, 46 വർഷം ഇപ്പോഴും ജില്ലാ കമ്മിറ്റിയിലുള്ളയാൾ. അയാൾ
പിടിയിലാകുന്നു, അയാൾ അകത്തു പോകുന്നു, അയാൾക്കെതിരെ എന്തേ നടപടിയെടുക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ MV ഗോവിന്ദൻ അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ വെന്ത് തുടങ്ങിയല്ലേ ഉള്ളൂ, വെന്ത് കഴിയട്ടെ എന്ന് പറഞ്ഞ് എങ്ങും തൊടാതെയുള്ള മറുപടി പറയുകയും CPM പ്രതിരോധത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓരോ ദിവസവും പുതിയ പുതിയ വാർത്തകൾ സ്വർണ്ണപ്പാളിയിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ, ദ്വാരപാലക ശില്പങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ, അന്വേഷണം കൊടിമരത്തിലേക്കും ശബരിമലയിലെ 18-ാം പടിയിലടക്കം പൂശിയ സ്വർണത്തിലേക്കും നീങ്ങും എന്ന സ്ഥിതി വരുമ്പോൾ കിട്ടിയ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. അത് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ എതിരായ പരാതി മാത്രം പോരാ, രാഹുൽ മാങ്കൂട്ടത്തിലിനെ അപ്പോൾ അറസ്റ്റ് ചെയ്താലും പോരാ, രാഹുൽ മാങ്കൂട്ടത്തിൽ ഓടണം. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പുറകെ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ ഗ്യാപ്പിൽ അല്ലെങ്കിൽ ഒരു ദിവസം പുറകിൽ ഞങ്ങൾക്ക് ഓടാം. അങ്ങനെ കുറച്ച് നാൾ ഓടിച്ചിട്ട് നമുക്ക് പിടിക്കാം. ഇത് തന്നെയായിരുന്നു പ്ലാൻ. പക്ഷേ അബദ്ധം പറ്റിയത് അവിടെ നിന്നല്ല. കുറച്ച് 2-3 ദിവസം കഴിയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വാഭാവികമായും മുൻകൂർ ജാമ്യത്തിലുള്ള വക്കീലിനെയൊക്കെ ശരിയാക്കി കോടതിയിലേക്ക് വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കയ്യിൽ മറ്റു ചില തെളിവുകൾ കൂടിയുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരുപക്ഷെ മുൻകൂർ ജാമ്യം എടുത്തേക്കും, അദ്ദേഹത്തിന് കിട്ടിയേക്കും എന്ന ഒരു ഭയം വന്നതോടു കൂടിയാണ് കേരള പോലീസും സർക്കാരും ഓടാൻ തുടങ്ങിയത്. ഓർമ്മയുണ്ടോ, ഈ കേസ് കോടതിയിൽ വരുന്നതിൻ്റെ തലേ ദിവസമാണ് വളരെ പെട്ടെന്ന് ആക്റ്റീവായി കേരള പോലീസിൻ്റെ സംവിധാനങ്ങൾ ഇറങ്ങി ഓടുന്നത്. തമിഴ്നാട്ടിൽ പോകുന്നു, ബാംഗ്ലൂരിൽ പോകുന്നു, SIT പല വശത്തേക്ക് വിന്യസിക്കപ്പെടുന്നു. അപ്പോഴാണ് മനസ്സിലാകുന്നത് ഒരു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം കിട്ടിയാൽ എന്ത് ചെയ്യും. കേരള പോലീസിൻ്റെ സംശയം ശരിയായിരുന്നു. കോടതി വന്നപ്പോൾ എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ബലാത്സംഗ കുറ്റം തൽക്കാലം ജാമ്യത്തിൻ്റെ ഹർജിയിൽ പരിഗണിക്കാനാവില്ല, അത് ഈ ഘട്ടത്തിൽ എടുക്കാൻ പറ്റില്ല എന്നാണ് തിരുവനന്തപുരത്തെ സെഷൻസ് കോടതി ജഡ്ജി പറഞ്ഞത്. അല്ലേ? ഒരൊറ്റ കേസിൽ ഒരൊറ്റ കുറ്റം മാത്രമേ രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം നിഷേധിക്കാൻ കാരണമായുള്ളൂ. അത് ഗർഭചിത്രം മനഃപൂർവ്വം ചെയ്തു എന്നുള്ളതാണ്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി ഹൈക്കോടതിയിലേക്ക് പോവുകയാണ്. ഹൈക്കോടതിയിൽ ഈ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടിയാൽ CPM-നും സർക്കാരിനും എന്തൊരു വലിയ പ്രഹരമായിരിക്കും അത്. ഇന്ന് 9-ാം ദിവസം രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഹൈക്കോടതിയിലെ ഹർജി നാളെ പരിഗണിക്കാൻ പോകുന്നേ ഉള്ളൂ. അത് ചിലപ്പോൾ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ച ആയിരിക്കും വിധിയിലേക്ക് പോകുക. നമുക്കറിയില്ല കോടതിയിലെ കാര്യങ്ങൾ. അങ്ങനെയാണെങ്കിൽ അതുവരെ രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിക്കാൻ പറ്റാതിരിക്കുകയും രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടുന്ന് പുല്ലുപോലെ ജാമ്യം വാങ്ങിച്ച് പോവുകയും ചെയ്താൽ ഈ കളിച്ച കളിയെല്ലാം CPM-ന് തിരിച്ചടിക്കാൻ പോവുകയാണ്. ഇതുവരെ പന്ത് മുഴുവൻ CPM-ൻ്റെ കയ്യിലായിരുന്നു. കോൺഗ്രസിൻ്റെ വിശാലമായ ഗോൾ പോസ്റ്റിലേക്ക് ഗോളുകൾ അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്തുകൊണ്ട് അയാൾക്കെതിരെ നടപടിയെടുത്തില്ല, എന്തുകൊണ്ട് അയാളെ പുറത്താക്കിയില്ല, എന്തുകൊണ്ട് അയാളെ സംരക്ഷിച്ചു മുതലായ വാദങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ ചോദ്യങ്ങൾ തിരിച്ചാണ്. എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിക്കുന്നില്ല? കോൺഗ്രസ്സുകാർ പറഞ്ഞല്ലോ, ഏത് രാഹുൽ മാങ്കൂട്ടത്തിൽ? കോൺഗ്രസ്സുകാരനല്ല, ഞങ്ങൾ അമ്മയെ സസ്പെൻഡ് ചെയ്തതാണ്, ഇപ്പോൾ പാർട്ടി മെമ്പർഷിപ്പിലും ഇല്ല. അപ്പോൾ CPM തിരിച്ചതിൻ്റെ കൗണ്ടർ വാദങ്ങൾ നിന്ന് പിണറായി വിജയൻ പറഞ്ഞൊന്നും വിലപ്പോവില്ല, നിങ്ങൾ കോൺഗ്രസ്സുകാരാണ് അദ്ദേഹത്തെ സംരക്ഷിക്കുന്നത് പോലും. അങ്ങനെയാണെങ്കിൽ അവരെയും പിടിക്കണമെന്നേ. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഡ്രൈവർ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സഹായി, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടെയുള്ള മറ്റൊരു വളരെ വേണ്ടപ്പെട്ട ഒരാൾ, ഈ 3 പേരും പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്. എന്തിനാണ്? രാഹുൽ മാങ്കൂട്ടത്തിനെ സഹായിച്ചതിനാ. കോൺഗ്രസ്സുകാർ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ മുഖ്യമന്ത്രി പിണറായി വിജയന് വ്യക്തമായ വിവരമുണ്ടെങ്കിൽ, ശരിയായിരിക്കും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടെങ്കിൽ പിടിക്കണം. ആർക്കാ തടസ്സം? അല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിനെ വേറെ ആരൊക്കെയോ ഒളിപ്പിച്ചു വെച്ചതുകൊണ്ട്, കോൺഗ്രസ് എന്തോ സഹായിച്ചതുകൊണ്ട് ഞങ്ങൾ തൊട്ടില്ല എന്ന് പറയുന്ന വാദം വിലപ്പോവില്ല. കർണാടകമാണ്, കർണാടകത്തിൽ കോൺഗ്രസ് ആണ്, അവരുടെ ഒരു പ്രധാനപ്പെട്ട നേതാവിൻ്റെ കയ്യിലാണ്. ആ വാദവും വിലപ്പോവില്ല. എന്താ കാരണം? രാഹുൽ മാങ്കൂട്ടത്തിൽ ജന്മന കർണാടകത്തിൽ സുള്ളിയിൽ അല്ലെങ്കിൽ ബാംഗ്ലൂരിൻ്റെ ഔട്ട്സ്കട്ട്സിൽ ഒളിച്ചിരിക്കുകയായിരുന്നില്ല. ഈ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ ലുക്കൗട്ട് നോട്ടീസ് വരുന്നതിന് തൊട്ട് മുമ്പ് വരെ രാഹുൽ മാങ്കൂട്ടത്തിൽ കേരളത്തിലായിരുന്നു, പാലക്കാടായിരുന്നു, പൊതുജന മധ്യത്തിലായിരുന്നു. അവിടെ നിന്നുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മുങ്ങിയത്. അപ്പോൾ ഈ കോൺഗ്രസ്സുകാരനും കർണാടകത്തിലെ സർക്കാർ സംവിധാനം ഒന്നുമില്ലല്ലോ, നിങ്ങൾ പിടിച്ചില്ല, നിങ്ങൾക്ക് പിടിക്കാൻ താല്പര്യമില്ലായിരുന്നു. ഇപ്പോൾ കാര്യങ്ങൾ കയ്യിൽ വിട്ടു പോവുകയും രാഹുൽ മാങ്കൂട്ടത്തിനെ നമ്മുടെ കൈയകലത്തിൽ വെക്കുകയും ആവശ്യം വരുമ്പോൾ പിടിക്കാം എന്നുള്ളത് ഈ ഘട്ടത്തിൽ തെന്നിപ്പോയിട്ടുണ്ടാവണം. പോലീസ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അത് നടക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോഴത്തെ വശത്തെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് അവരുടെ നിലപാട് ഒരിക്കൽ കൂടി ഉറപ്പിക്കുകയാണ്. കോൺഗ്രസിൻ്റെ നിലപാട് ശരിയാണെന്ന് തെളിയുന്ന ദിവസമാണെന്ന്. കോൺഗ്രസിൻ്റെ വാദത്തിൽ എന്താണ് കുഴപ്പം? കോൺഗ്രസ് ആദ്യം പറഞ്ഞു ഒരു പരാതി പോലും വരുന്നതിന് മുമ്പ് ഞങ്ങൾ അയാളെ സസ്പെൻഡ് ചെയ്തു. അതിനുശേഷം പെൺകുട്ടിയുടെ പരാതിയോ ആരുടെയും പരാതി വന്നില്ല. 3 മാസം. ആ 3 മാസവും രേഖാമൂലം വന്നില്ലെന്നല്ലേ ഉള്ളൂ. ഈ നേതാക്കൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. റിനി അടക്കം പ്രതിപക്ഷ പറഞ്ഞതാണല്ലോ. സുജിയ, ഒരാൾക്കെതിരെ ഒരു പരാതിയിൽ നടപടി എടുക്കണമെങ്കിൽ എന്താണ് നമ്മുടെ മുൻ പശ്ചാത്തലം? ഇപ്പോൾ കർണാടകത്തിൽ ഒരു അന്വേഷണമില്ലാതെ നടപടി എടുത്തതിന് ഇയാൾ കുറ്റക്കാരനാണെന്ന് കോൺഗ്രസ് പാർട്ടിക്ക് അറിയാവുന്നത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കർണാടകത്തിൽ തന്നെ BJP-യുടെ ഒരു നേതാവുണ്ട്, പേരറിയാമല്ലോ. അല്ല, ഈ കമ്പാരിസണിലേക്ക് പോകാതെ രാഹുലിനെതിരെ ഒരു നേതാവിനെതിരെയും ഇങ്ങനെ ഒരു നടപടി, പാർട്ടിയിൽ നിന്ന് സസ്പെൻഷൻ, ഒരു പരാതി വരാതെ എടുത്തിട്ടില്ല.
ഇത് നിങ്ങൾക്ക് CPM എടുക്കാം, നിങ്ങൾക്ക് കോൺഗ്രസിന് എടുക്കാം, നിങ്ങൾക്ക് BJP ഇന്ത്യ മുഴുവൻ എടുക്കാം. ഒരാൾക്കത് എടുത്തിട്ടില്ല. ആണല്ലോ യെദ്യൂരപ്പയുടെ ഇയാൾ എക്സെപ്ഷണൽ കേസാണ്. ഇതുപോലെ ഒരു പ്രൊഡേറ്റർ രാഷ്ട്രീയത്തിൽ അപ്പൊ യെദ്യൂരപ്പയുടെ ഇതുപോലെ ഒരു പ്രൊഡേറ്റർ ഇല്ല. രാഹുൽ മാങ്കൂട്ടത്തിലെ പോലെ ഒരു predator ഇല്ല. യെദ്യൂരപ്പയുടെ കേസ് എന്താ? പോക്സോയാ? അത് പ്രൊഡേഷൻ അല്ലേ? ഇപ്പോഴും ഉണ്ടല്ലോ ഇതുപോലെയുള്ള ഒരു സെക്ഷൽ പെർവേർട്ടിനെ ന്യായീകരിക്കാനാണെന്നുണ്ടെങ്കിൽ ഞാൻ ഏതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള ഒരു pervertനെ ന്യായീകരിക്കാനാണെന്നുണ്ടെങ്കിൽ I am very sorry. നോക്കൂ, അപ്പൊ ബലാത്സംഗ യെദ്യൂരപ്പ കേസുകൾ എന്താ? പല രൂപത്തിലാണ്. അതിൽ യെദ്യൂരപ്പയുടെ കേസ് അതിനിപ്പോ തീവ്രത നടക്കണ്ട. യെദ്യൂരപ്പയുടെ കേസ് എന്താ? യെദ്യൂരപ്പ എന്താ തൊടാത്തെ? ഒരു അക്ഷരം പറഞ്ഞിട്ടുണ്ടോ? ഒരു കമ്മിറ്റി മാറ്റി നിർത്തിയിട്ടുണ്ടോ? BJP വർത്താനം പറയരുത്, അങ്ങനെയല്ല. പിന്നെ ഈ ഞാനിവിടെ പറയുന്ന രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിലല്ല, രാഹുൽ ഗാന്ധി ആയാലും മാന്യനായ നിഷ്കളങ്കനായ ഒരു ചെറുപ്പക്കാരൻ മാന്യനായ നിഷ്കളങ്കൻ എന്നുള്ള പറഞ്ഞത്. രാഹുൽ മാങ്കൂട്ടത്തിലായാലും രാഹുൽ ഗാന്ധി ആയാലും യെദ്യൂരപ്പ ആയാലും ഇനി കേരളത്തിലെ CPM നേതാക്കളെ ആരായാലും ഇന്നേ വരെ അങ്ങനെ പ്രീസിഡൻസ് ഇല്ല. പക്ഷേ ആ പ്രീസിഡൻസിൽ കോൺഗ്രസ് അത് ചെയ്തു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ അഭിപ്രായത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പണ്ടേ പുറത്താക്കേണ്ടതാണ് ഈ കാര്യത്തിൽ അറിയാൻ. പക്ഷേ ഞാൻ പറഞ്ഞത് നാട്ടിലെ ഇതുവരെയുള്ള രീതി വെച്ചിട്ട് കോൺഗ്രസ് ചെയ്തൊരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. ഒരു BJP-കാരനും ഒരു CPM-കാരനും ഇതുവരെ ഒരു കോൺഗ്രസ്സുകാരനും ഒരു കോൺഗ്രസിൻ്റെ നേതൃത്വവും ചെയ്യാത്തൊരു നടപടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ എടുത്തത്. അതിനുശേഷം 3 മാസം കടന്നുപോയി. ആ 3 മാസം പരാതി വന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ മെല്ലെ തിരിച്ച് സജീവ രാഷ്ട്രീയത്തിലേക്ക് വരുന്നു. ചോദ്യം എന്താ? പരാതി എവിടെ? പരാതിയില്ല. എന്ത് ചെയ്യാൻ പറ്റും പാർട്ടിക്ക്? അതിനുശേഷം പരാതി വരുന്നു. പരാതി വരുമ്പോൾ വളരെ കാര്യമായി ആ വിഷയത്തിൽ കോൺഗ്രസ് ഇടപെടുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇപ്പോൾ ഒരു പരാതിയുടെ പേരിൽ മുൻകൂർ ബെയില് കിട്ടാത്തതിൻ്റെ പേരിൽ പുറത്താക്കിയിരിക്കുകയാണ്. അങ്ങനെ ഒരു പ്രസിഡൻസ് കേരളത്തിലുണ്ടോ? ബെയിൽ ഡിനൈ ചെയ്തു, ജയിലിൽ പോയി. എത്ര പേരെ പുറത്താക്കിയിട്ടുണ്ട്? കോൺഗ്രസിലെടുത്തോ CPM-ലെടുത്തോ? അങ്ങനെയില്ല. അപ്പോൾ കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ നിലപാട് വിൻഡിക്റ്റീവായ ദിവസമാണെന്ന്, അല്ലെങ്കിൽ ഇന്നലെ കോൺഗ്രസ് ഈ കാര്യത്തിൽ മാതൃകാപരമായ നിലപാട് തന്നെയാണ് എടുത്തത്. താരതമ്യമില്ലാത്ത കേസാണോ അത്? കോൺഗ്രസ് തന്നെ സമ്മതിക്കുന്ന കാര്യമാണ്. എന്ത് സംശയം? അല്ല, ഞാൻ ചോദിക്കുന്നത് ഓരോ കേസിലും നിങ്ങൾ ഈ ഇപ്പോൾ CPM-ൻ്റെ കാര്യത്തിലായാലും കോൺഗ്രസിൻ്റെ MLA വിശദമായി നിങ്ങൾ ഈ അവരുടെ കുറ്റപത്രം എടുത്ത് വായിച്ചു നോക്കൂ. ഈ 2025 ഫെബ്രുവരിയിലാണ് മുകേഷിൻ്റെ കേസിൽ കുറ്റപത്രം കൊടുത്തത്. കുറ്റപത്രം എടുത്ത് വായിച്ചു നോക്ക്. എന്താ സംഭവം? റേപ്പ് തന്നെയാണ്, അതാണ് അലിഗേഷൻ. അപ്പോൾ ഈ കാര്യത്തിൽ ഇതുവരെ ചെയ്ത കാര്യം ഇങ്ങനെ. അതേസമയം ഇപ്പുറത്തോ കേസിൽ 2 പേർ ജയിലിനകത്താണ്. ആ 2 പേരുടെ കാര്യത്തിൽ എന്താ പറയുന്നത്? വിധി വരട്ടെ. അപ്പോൾ TP ചന്ദ്രശേഖരൻ കേസിലോ വിധി വന്നു. അപ്പോഴോ അത് വേറെ. അവരെ വീട്ടിൽ കയറ്റാൻ കൊള്ളാൻ പറ്റും ജിമ്മി സാറേ. അവരാരും അങ്ങനെയല്ല. കേസിൽ തമ്മിൽ എങ്ങനെയാണ് താരതമ്യം? അത് കൊലപാതകമാണ്. അത് എങ്ങനത്തെ കൊലപാതകമാണെന്ന് ആലോചിക്കണം. താങ്കൾ കൊലപാതകികളെ വീട്ടിൽ കയറ്റും. ഞാൻ പറയുന്നത് അറിയോ? രാഷ്ട്രീയ പാർട്ടിന്റെ ആത്യന്തികമായ ഘടകം എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടിട്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കാത്ത ഒരു കേസ്, കോടതി മേൽനോട്ട് നടന്ന അന്വേഷണം കേരള പോലീസ് കണ്ടുപിടിച്ച് ജയിലിലിട്ട ഒരു കേസ്, ഈ 2 കേസിലും ഒരൊറ്റ നടപടി പോലും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇരിക്കെ ആദ്യം ഒരു നടപടി എടുക്കുന്നു, സസ്പെൻഷൻ. അതിനുശേഷം മുൻകൂർ ജാമ്യം കോടതി തള്ളുമ്പോൾ പുറത്താക്കിയിരിക്കുന്നു. ഇതാണ് സിറ്റുവേഷൻ. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ആരുടെ ബാധ്യതയാണെന്ന് അറിയാമോ? CPM-ൻ്റെ ബാധ്യതയാണ്. എന്തുകൊണ്ട് പിടിച്ചില്ല എന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ട് പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് നിന്ന് അയാൾ മുങ്ങിയെന്ന് ചോദിച്ചാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം പോലീസിനാണ്. പോലീസിനെ കൊണ്ട് അനങ്ങണ്ടെന്ന് തീരുമാനിപ്പിച്ചത് ഏത് യുക്തിയുള്ള ആൾക്ക് മനസ്സിലാകും അത് സംസ്ഥാന സർക്കാർ തന്നെയാണ്. ചുരുക്കത്തിൽ സർക്കാരാണ് പ്രതിരോധത്തിൽ. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പിണറായി വിജയൻ സർക്കാരിൻ്റെ ബാധ്യതയായി മാറിയിരിക്കുകയാണ്. പക്ഷേ പിണറായി വിജയൻ പറയുന്നത് പോലെ അദ്ദേഹം ഇന്ന് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വാദം അത് കോൺഗ്രസ്സുകാരാണെന്ന് ഒരിക്കൽ കൂടി പറയുന്നു. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ്സുകാരാണ് സഹായിച്ചതെങ്കിൽ പറഞ്ഞ വാദത്തിന് ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ അവരെയും കൂടെ അറസ്റ്റ് ചെയ്യണം, കസ്റ്റഡിയിലെടുക്കണം. എന്താ കുഴപ്പം? ആരെങ്കിലും പറയുമോ? തെളിവുണ്ടല്ലോ, ചെയ്യട്ടെ. ശരി, സർക്കാർ പ്രതിരോധത്തിലോ എന്ന ചർച്ച തുടരാം. ഇടവേളയ്ക്ക് സർക്കാർ പ്രതിരോധത്തിലാണോ? സർക്കാരൊന്നും പ്രതിരോധത്തിലല്ല. എന്താ സംഭവം? ഈ ഇന്നലെ വരെ ഇദ്ദേഹം ആരുടെ MLA? ഇന്നലെ വരെ കോൺഗ്രസിൻ്റെ MLA ആണ്. പാലക്കാടിൻ്റെ MLA കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിത്വം കൊടുത്ത് ഷാഫി പറമ്പിൽ അവിടെ കൊണ്ട് എല്ലാവരെയും പരിചയപ്പെടുത്തി MLA ആക്കി കൊണ്ടുവന്ന ആളാണ്. അപ്പോൾ എന്താ സംഭവം? കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു MLA-നെ അവരെ മുൻകൂർ ജാമ്യം പരിഗണിക്കുന്നതിന് മുൻപ് കേരളത്തിൽ അറസ്റ്റ് ചെയ്യാൻ എന്താ പറയുക? അയ്യോ, രാഹുൽ മാങ്കൂട്ടത്തിൽ ഒടിച്ചോടുവോ? രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങോട്ട് പോവോ? രാഹുൽ മാങ്കൂട്ടത്തിൽ കേരളത്തിലുള്ള ആളല്ലേ, അദ്ദേഹം രാഷ്ട്രീയ പൊതുപ്രവർത്തകനല്ലേ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ അതൊരു വലിയ ആയുധമാക്കാൻ വേണ്ടി ഇരുന്ന കോൺഗ്രസ്സിന് കിട്ടിയ അടിയാണ് ഈ അറസ്റ്റില്ലായ്മ എന്ന് കണ്ടാൽ മതി.
എന്തുകൊണ്ടാണ് കാരണം എന്നറിയോ? ഇന്നലെ വരെ നിങ്ങൾ കോൺഗ്രസിനെ രാഹുൽ മാങ്കുട്ടത്തിനെ പുറത്താക്കിയിരുന്നെങ്കിൽ നിങ്ങൾക്കിത് പറയാൻ അധികാരം ഉണ്ടായിരുന്നു. ഇന്നലെ വരെ പുറത്താക്കിയിട്ടില്ല. എന്തുകൊണ്ടാണ് പുറത്താക്കാതിരുന്നത്? നിങ്ങളെ കൈവിടാതിരുന്നത് എന്തുകൊണ്ടാണ്? കോൺഗ്രസ് കൈവിടാതിരുന്നത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഈ പറയുന്ന രാഹുൽ മാങ്കുട്ടം ഒരു തെറ്റും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ തിരിച്ചെടുക്കാം, അതിനാണല്ലോ സസ്പെൻഡ് ചെയ്തത്. തിരിച്ചെടുക്കാൻ പാത്രമാണ് സസ്പെൻഡ് ചെയ്തത്, ഡിസ്മിസ് അല്ലല്ലോ ചെയ്തത്. സസ്പെൻഡ് ചെയ്ത് കൂടെ നിർത്തുകയാണ്. സസ്പെൻഡ് ചെയ്ത് കൂടെ നിർത്തിയ ഏക പാർട്ടി എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ആണെങ്കിൽ വേണേൽ പറയാം. മനസ്സിലായില്ലേ? സാധാരണ സസ്പെൻഡ് ചെയ്ത് പുറത്താക്കുക ചെയ്യുക. ഇതങ്ങനെയല്ല. തീരുമാനം അനുസരിച്ചാണ് ഇപ്പോൾ പോലീസ് നീങ്ങുന്നത്. അങ്ങനെ ഞാൻ പറയുന്നത് കേരളത്തിലെ ഒരു MLA ആണെന്നേ, കോൺഗ്രസിൻ്റെ ഒരു MLA ആണെന്നേ. കാരണം അദ്ദേഹം കേരളത്തിലെ എന്താണ് 19,000 60,000 വോട്ടും കണ്ട് ജയിച്ചല്ലേ, 60,000 ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച കേരളത്തിലെ ഒരു MLA ആണ്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെതായ മാന്യതയും മര്യാദയും പോലീസ് കാണിക്കണം എന്നുള്ള അഭിപ്രായം. തെരച്ചിൽ ഇത്ര ദിവസം നടത്തിയത് നമ്മളെ പറ്റിയാണോ? തെരച്ചിൽ നടത്തിയത് അപ്പൊ ശരിക്കും തെരഞ്ഞില്ലേ? അല്ല, തെരയേണ്ട കാര്യം ഉണ്ടെന്നല്ല. ഞാൻ എങ്ങോട്ടാണ് രാഹുൽ മാങ്കുട്ടത്തിൽ പോകുന്നത്? ഇതിനകത്ത് തെളിവ് നശിപ്പിക്കാനില്ലാന്ന്. എന്തുകൊണ്ട് ഇതെന്ത് തെളിവ് അതിനെ നശിപ്പിക്കാനുള്ളത്? ഈ പറയുന്ന പെൺകുട്ടിയെ പീഡിപ്പിച്ചതിന് എന്തെങ്കിലും തെളിവ് നശിപ്പിക്കാനുണ്ടോ? ഇദ്ദേഹത്തെ ഗർഭചിത്രം നടത്തിയതിന് തെളിവ് നശിപ്പിക്കാനുണ്ടോ? അങ്ങനെയൊന്നും തെളിവ് നശിപ്പിക്കാനില്ല. സാധാരണ എന്തിനാണ് മുൻകൂർ ജാമ്യം തള്ളുകയും ഈ ആൾക്കാരെ മുൻകൂർ ജാമ്യത്തിന് മുമ്പേ ആൾക്കാരെ അറസ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇദ്ദേഹം നിരവധി തെളിവുകൾ നശിപ്പിക്കാനുണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് അറസ്റ്റ് ചെയ്യുന്നത്. ഒരു മിനിറ്റ് തിരക്കൂട്ടാ, നമ്മളിവിടെ തന്നെ ഉണ്ട്. അല്ല, ആയിക്കോട്ടെ. അപ്പം ഇതെന്താ സംഭവം? ഇത് ഒന്നാമത്തെ കാര്യം എന്താണ്? ഇപ്പം എന്താണ് ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ഇതാണ് നടത്തിയെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് രാഹുൽ മാങ്കുട്ടം ശ്രമിച്ചുകൊണ്ടിരുന്നത്. പോലീസ് എന്താ രണ്ടാമത്തെ പരാതി കിട്ടി, രണ്ടാമത്തെ പരാതിയോടെ കൊണ്ട് കൊടുത്തു. അതോടെ അവസാനിച്ചു. ഇതെങ്ങോട്ടും പോകാനില്ല. ഇത് എവിടെയാണ് മാക്സിമം പോവുക? നാളെയോ മറ്റന്നാളോ? മാക്സിമം തിങ്കളാഴ്ച വരെ. അതിന് അപ്പുറത്തേക്കില്ല. പരാതി അപൂർവമാണ്, കോടതി അത് പരിഗണിച്ചിട്ടില്ല. അല്ല, അതേ പറഞ്ഞത്. ഹൈക്കോടതിയിലും ജാമ്യം തള്ളിക്കഴിഞ്ഞാൽ ഇവിടെ വരികയല്ലാതെ വേറെ മാർഗ്ഗമില്ല. ഞാൻ പറയുന്നത് എന്താണെന്നറിയോ? കേരള പോലീസിൽ ഒരു FIR ഞാൻ പറയുന്നത് എന്താ, കേരളത്തിൽ പാലക്കാട് അദ്ദേഹം ഇലക്ഷൻ വർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കൂടെ നടന്നതും ചെയ്തതും മുഴുവൻ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും അണികളുമാണ്. ഒരു ഡൗട്ടോ കാര്യത്തിനകത്ത് വേണ്ട. ആ സമയത്ത് അവിടെ രാഹുൽ മാങ്കുട്ടത്തിൽ പോയി അറസ്റ്റ് ചെയ്ത് വേണ്ട കാര്യമില്ല. അവിടെ ഒരു ബഹളം ഉണ്ടാക്കേണ്ട കാര്യമില്ല. കാരണം എന്താ വിചാരിക്കുന്നത്? കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു MLA ഈ കോൺഗ്രസിൻ്റെ MLA ആയതുകൊണ്ട് ഒളിച്ചോടി നിന്നേ. ഞാൻ വിചാരിക്കുന്നത് CPM-ൻ്റെ MLA BJP-ക്ക് ഒരു MLA ഉണ്ടെങ്കിൽ അതുപോലും ഒളിച്ചോടുകയും വിചാരിക്കുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്? അത്രയധികം ആർജവത്തോടുകൂടി കേരളത്തിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന ഒരാൾ ഇങ്ങനെ ഒരു സുപ്രഭാതത്തിൽ രാവിലെ ഒരു കേസ് വന്നപ്പോൾ ഒളിച്ചോടുന്ന ആരെയും പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒളിച്ചോടി. അതാണ് അയാളുടെ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത്. അതാണ് അദ്ദേഹത്തെ വിൽ പവർ എന്ന് പറയുന്നത്. എടോ പിണറായി വിജയ എന്നൊക്കെ പറഞ്ഞ് വിൽ പവർ ഒന്നും കാണുന്നില്ലല്ലോ എന്ന് ഞാൻ വിചാരിക്കുന്നത്. എന്താ അറിയോ? ഈ 2024 ഡിസംബറിന് ശേഷം ഈ രാഹുൽ മാങ്കുട്ടത്തിൽ വലിയ രീതിയിൽ മോശമായ സംസാരങ്ങളും പെരുമാറ്റങ്ങളും തുടങ്ങി എന്നുള്ളതാണ്. എന്നുള്ള ഞാൻ 2024 മുൻപ് എന്താ സംഭവിച്ചിട്ടുള്ളത്? ഇദ്ദേഹം ഈ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി വരുന്ന സമയത്ത് വ്യാജ ID കാർഡ് കേസുകളും മറ്റൊരു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കൂടെ ജനങ്ങളെയും രാഷ്ട്രീയക്കാരെയും പേടിയുണ്ടായിരുന്നു, ബഹുമാനം ഉണ്ടായിരുന്നു. എന്താ സംഭവിച്ചത്? 2024 ഡിസംബറിന് ശേഷം ഈ പറയുന്ന അദ്ദേഹത്തെ പാലക്കാട് ഷാഫി പറമ്പിൽ കൊണ്ടുവന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യിപ്പിച്ച് ഇങ്ങോട്ടേക്ക് കഴിഞ്ഞു. ഞാനെന്തോ വലിയ ആളാണ്, കേരളത്തിലെ വ്യാജ ID കാർഡൊന്നുമല്ല, നിങ്ങൾ ഈ പറയുന്ന എല്ലാ നുണകളാണ്, ഈ കേരളം ആരും ഒന്നും വിശ്വസിക്കുന്നില്ല എന്നൊരു ഭയങ്കര തലക്കനം കയറിയിട്ട് എന്തൊക്കെ വിളിച്ചു പറയുന്നത് ഞാനത് ശ്രദ്ധിക്കുക. 2024 ഡിസംബർ 11 DYFIയുടെ പൊതിച്ചോറ് വിതരണത്തിൽ മറവിൽ നടക്കുന്ന അനാശാസ്യം തുടങ്ങി അവിടെ. അടുത്ത ഡിസംബർ 39 വേറെ വല്ല പണിക്ക് പോവാ വിജയ. 24 ജനുവരി ആയപ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുന്ന അറിയോ? ജനുവരി 9 പിണറായി വിജയൻ അയാൾക്ക് വേറെ വിജയൻ അയാൾക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യട്ടെ. മാർച്ച് ആയപ്പോൾ എന്തൊക്കെയാണ്? പൊളിറ്റിക്കൽ തന്തയ്ക്ക് പുറക്കാത്ത മകളാണ് പത്മജ വേണുഗോപാൽ. ഞാൻ പറയുന്നത് അദ്ദേഹം അയാൾ അതിനുശേഷം നോക്കി 2000 ഓഗസ്റ്റ് ആയപ്പോൾ പിണറായി വിജയൻ കഴിഞ്ഞാൽ പിന്നെ മരുമകനാണ് കേരളത്തിൽ അധികാരത്തിൽ വരുന്ന സമാന്തര രാജ്യം ഉണ്ടാക്കാമെന്ന് വിചാരിക്കേണ്ട. മെയ് ആയപ്പോൾ എന്താ ഏത് വാഴയാണ് കേരളത്തിലെ ആഭ്യന്തരമന്ത്രി? ഞാൻ പറഞ്ഞു കഴിഞ്ഞ ഒരു വർഷം 2023 ഡിസംബറിന് ശേഷം ഉണ്ടല്ലോ, ജനുവരി ശേഷം ഉണ്ടല്ലോ, ഇയാൾ ചെയ്യുന്നത് മുഴുവൻ പ്രവർത്തിക്കുന്നത് തലക്കനം കൂടി. എന്തുകൊണ്ടായി തലക്കനം വന്നത്? തലക്കനം വന്നതെന്ന് പറയുമോ? എല്ലാ അറ്റാക്കുകളെയും സംരക്ഷിക്കാൻ കോൺഗ്രസിൻ്റെ കുറച്ച് ആൾക്കാരുണ്ടെന്നുള്ള പണ്ട് റീൽ സംഘം എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, ആ റീൽ സംഘം എന്ന് പറഞ്ഞ ആൾക്കാർ കൂടെ ഉണ്ടെന്നുള്ള ഒറ്റ തണ്ടേരത്തിൻ്റെ പുറത്താണ്. ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത് ഇവർ തന്നെയാണ് രാഹുൽ, ഇത് പിണറായി വിജയൻ പറഞ്ഞതാണ്, ഇവർ തന്നെയാണ് രാഹുൽ മാങ്കുട്ടത്തെ സംരക്ഷിക്കുന്നത്. എന്തുകൊണ്ടാണ് സംരക്ഷിക്കുന്നത് ഞാൻ പറയാം. എന്തുകൊണ്ട്? രാഹുൽ മാങ്കുട്ടത്തിന്റെ കയ്യിൽ ഇവരെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരെ സംരക്ഷിച്ചേ പറ്റുള്ളൂ. നമ്മുടെ ഊഹത്തിൽ പറയുന്ന കാര്യങ്ങളല്ലേ, നമ്മുടെ മുന്നിലേക്ക് വന്ന തെളിവുകളാണ്. ഇപ്പോൾ പാർട്ടിയിൽ ഇല്ലാത്ത ഒരാളെ കുറിച്ച് കോൺഗ്രസിന് ഇന്നേക്ക് നേരത്തോട് നേരമായിരിക്കുന്നു. അപ്പോൾ കോൺഗ്രസ് എടുക്കുന്ന തീരുമാനം അനുസരിച്ചാണ് പോലീസ് നീങ്ങിയെന്നാണോ അങ്ങ് പറഞ്ഞത്? ഞാൻ പറഞ്ഞത് കേരളത്തിലെ
പ്രധാന പ്രതിപക്ഷ പാർട്ടിയാണെന്ന് കോൺഗ്രസ്. സർക്കാർ പ്രതിരോധത്തിലല്ല എന്ന് അങ്ങ് പറയുന്നതിന്റെ അത് ആ പോയിന്റ് ഒന്ന് അങ്ങ് അല്ല, ഞാനെന്താ പറയാം എന്തിനാണെന്നേ ഞാൻ പറയാം. കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു MLA, കേരളത്തിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയെ കോൺഗ്രസിന്റെ ഒരു MLA ഒളിവിൽ പോയി എന്ന് പറഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്തം പറയേണ്ട പാർട്ടി എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ആണ്. കോൺഗ്രസിന്റെ MLA അല്ലേ? കോൺഗ്രസ് ആണ്. ഇന്നലെയാണ് MLA അല്ലാതായത്. ഇന്നലെയാണ് പുറത്താക്കിയത്. എന്തുകൊണ്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു MLA പിടിച്ച് പോലീസിന് കൊടുക്കണമായിരുന്നു? ഞാൻ പറഞ്ഞു അതാണ് പറയുന്നത്. കേരളത്തിലെ പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ ഒരു MLA ഒളിവിൽ പോയാൽ ഉത്തരവാദിത്വം കോൺഗ്രസിനാണ്. അല്ലാന്ന് എന്താ പറയുന്നത്? ഇന്നലെ വരെ സംരക്ഷിച്ച കോൺഗ്രസിന്. ഞാൻ ഇന്നത്തെ കോമയിൽ ഒരു കാര്യം പറയാം. ഇന്നലെ വരെ സംരക്ഷിച്ച കോൺഗ്രസിന്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒളിവിൽ പോയതിനും സംരക്ഷണം ഒതുക്കിയതിനും ഉത്തരവാദിത്വം പറയുന്നത് കോൺഗ്രസ് ആണ്. ഇന്നലെ വരെ പിടിച്ചോളൂന്ന് എന്തിനാ തിരക്കൂട്ടുന്നത്? എവിടെയും പോകാനില്ല. അതാണ് ഞാൻ പറയുന്നത്. അത് മനസ്സിലാക്കേണ്ട പാർട്ടിയുടെ പേര് കോൺഗ്രസ്. ഈ നിലവിളി ശബ്ദം വിട്ട് കരയുന്ന സമയത്ത് അത് മനസ്സിലാക്കേണ്ടിയിരുന്ന പാർട്ടി എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ആണ്. നിയമസഭാ ഇലക്ഷൻ വരെയാണ്, പഞ്ചായത്ത് ഇലക്ഷൻ വരെയാണ്, 3 ദിവസം അപ്പുറം പഞ്ചായത്ത് ഇലക്ഷൻ ആണെന്ന് പറയുമ്പോഴും ഇന്നലെ വരെ സംരക്ഷിച്ച് എന്തിനാണെന്നുള്ള മറുപടിയല്ലേ കോൺഗ്രസ് പറയേണ്ടത്? നമ്മൾ അത്രയും ദിവസം അതാണ് ചർച്ച ചെയ്തോണ്ടിരുന്നത്. പുറത്താക്കി കഴിഞ്ഞു. ഈ കൊടും ക്രിമിനൽ എന്നും ലൈംഗിക വൈകൃതക്കാരൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞ ആ വ്യക്തിയെ ആഭ്യന്തരമന്ത്രിയാണല്ലോ, ആഭ്യന്തരമന്ത്രിയുടെ പോലീസ് എന്താണ് അറസ്റ്റ് ചെയ്യാത്തത്? അങ്ങ് പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ഇവിടുത്തെ ആഭ്യന്തരമന്ത്രിക്കെതിരെയാണ് ഏറ്റവും മോശം വാക്കുകൾ പ്രയോഗിച്ചിരിക്കുന്നത്. ഈ മുഖ്യമന്ത്രി അപമാനിച്ചു പോസ്റ്റ് ഇട്ട ആൾക്കാർക്കെതിരെയൊക്കെ വളരെ വേഗം വൈരാഗ്യമൊക്കെ കോൺഗ്രസിന്റെ ഒരു MLA കേരളത്തിലെ മുഖ്യമന്ത്രിയെ വാഴ എന്ന് വിളിച്ചിട്ട് കമാനോരേഷനം മിണ്ടാത്ത കോൺഗ്രസ് നേതാക്കന്മാരാണ് എന്ന് വലിയ ന്യായം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതല്ല കറക്റ്റ്. ഞാൻ എന്താ പറയുന്നത്? ഇന്നലെ വരെ സംരക്ഷിച്ച കോൺഗ്രസിന് അതിന് ഉത്തരവാദിത്തമുണ്ട്. ഈ പറയുന്ന ഒളിവിൽ പോയതും സംരക്ഷിക്കുന്നതും കോൺഗ്രസ് തന്നെയാണ്. നിങ്ങൾക്ക് അങ്ങോട്ട് നോക്കിക്കോളൂ. ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ. ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസ് പാർട്ടി പുറത്താക്കിയില്ല ഇന്നലെ വരെ, അല്ലെങ്കിൽ മെനഞ്ഞാന്ന് വരെ. ശരി, അപ്പോ പുറത്താക്കിയില്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്ക് രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിക്കാമോ? പാടില്ലല്ലോ. ഒളിവിൽ കഴിഞ്ഞതിനെ കോൺഗ്രസ് അയച്ചിട്ടുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യൂ, അവരെ പിടിക്കൂ. ഒരു ഡ്രൈവറും അദ്ദേഹത്തിന്റെ ഒരു PAയും അറസ്റ്റിലാണ്. എന്താ പിടിക്കാത്ത? പിടിക്കണം. ഞാൻ പറയുന്നത് നിങ്ങൾ അവിടെ കൊണ്ടുപോയില്ലേ? പാലക്കാട് ജനമധ്യത്തിൽ നിന്ന് രായ്ക്ക് രാമാനം ഒരാൾ മുങ്ങിയിട്ട് ദിവസം 9ആയി. എവിടെ പോയി പോലീസ്? എന്ത് പോലീസ്? അല്ല ജിമ്മി സാറേ, പരാതി വന്ന അന്ന് നിങ്ങൾ പരാതി വന്ന് ഇത് ലൈംഗിക കേസാണെന്നും 1, 2, 3 കേസല്ല എന്നും നിരവധി പെൺകുട്ടികൾക്ക് പരാതി ഉണ്ടെന്ന് പറഞ്ഞ നേതാവിൻ്റെ പേര് രമേശ് ചെന്നിത്തല എന്നാണ്. ഇദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കണം, ഇദ്ദേഹം ഈ പാർട്ടിയിൽ വെച്ചോണ്ടിരിക്കാൻ പാടില്ല എന്ന് പറയുന്ന നേതാക്കന്മാരുടെ പേര് വനിതാ നേതാക്കന്മാരെന്നാണ് കോൺഗ്രസിലെ. ആ നേതാക്കന്മാർ പറഞ്ഞിട്ട് ഇവരെ സംരക്ഷിച്ചിട്ട് നിർത്തിക്കൊണ്ടുന്ന ടീമില്ലേ, ആ ടീമാണ് ഇതിന് മറുപടി പറയേണ്ടത്. കേരളത്തിലെ പോലീസിനെ ഞാൻ വലിയ സംഭവം ഒന്നും പറയുന്നില്ല. പക്ഷെ എന്താണ്, കേരളത്തിലെ പോലീസ് ഒരു രാഷ്ട്രീയ പാർട്ടിന്റെ പ്രധാനപ്പെട്ട നേതാവ് എന്നുള്ള നിലയ്ക്ക് ഒരു MLA കാണിക്കേണ്ട മര്യാദ കാണിക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം എന്തുകൊണ്ടാ? അത് ഒരു പ്രതിപക്ഷ പാർട്ടി സപ്പോർട്ട് ചെയ്യുന്നത് വരെ ഒരു പാർട്ടി സപ്പോർട്ട് ചെയ്തില്ലേ? ഇന്നലെ വരെ സപ്പോർട്ട് ചെയ്തു. അതുകൊണ്ടാണോ? രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാടിനനുസരിച്ചാണ് പോലീസ് നീങ്ങുക. അങ്ങനെയാണ്. നിങ്ങളെന്താ പറയുന്നത്? കേരളത്തിലെ പ്രതിപക്ഷത്തെ ഒന്നും പോലീസ് ബഹുമാനിക്കേണ്ടതാ? നമ്മളിവിടെ ഒരു ക്രിമിനലിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ആ ക്രിമിനലിനെയാണ് ഇന്നലെ വരെ സംരക്ഷിച്ചത് അല്ലേ? ഇന്നലെ വരെ സംരക്ഷിച്ചത്. ഉചിതമായ സമയത്ത് ഉചിതമായ നാലുപാടും അതിർത്തിയിൽ SIT വിന്യസിച്ചു എന്ന് പറഞ്ഞ ജനങ്ങളെ പറ്റിക്കുക, രാഷ്ട്രീയ ഉദ്ദേശമുണ്ടായിരുന്നു. ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം എടുക്കുമെന്ന് പറഞ്ഞ നേതാവിന്റെ പേര് സണ്ണി ജോസഫ് എന്നാണ്. ആ തീരുമാനം ഇന്നലെ ജാമ്യം കഴിഞ്ഞപ്പോഴാണ്. അതുവരെ ഈ പ്രൊഡക്ടറായ, ഈ പീഡനവീരനായ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിച്ച പാർട്ടിയുടെ പേര് കോൺഗ്രസ് എന്നാണ്.
അതന്നെ. ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇനി നടപടി എടുക്കേണ്ട അങ്ങനെയല്ല. സർക്കാരാണ്. ആ സർക്കാർ ഇപ്പോൾ അല്ലല്ല. എന്താണ് ചെയ്യുന്നതാണ് അതാണ് ചോദ്യം. പറഞ്ഞത്. കോൺഗ്രസിന് ഇന്നലെ വരെ ഇല്ലാത്ത ഇലക്ഷൻ ഇനി 2 ദിവസം കൂടെ വേണ്ടാന്ന് വെച്ചോളൂന്ന്. ഇന്നലെ വരെ എന്താണ് കേരളത്തിലെ പാവപ്പെട്ട കോൺഗ്രസ് അല്ല, അതിനുള്ള ശ്രമങ്ങൾ വേറെ അതാണ് നടക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അതിനുള്ള ശ്രമങ്ങൾ വേറെ അതാണ് നടക്കുന്നുണ്ട്. കേരളത്തിലെ പാവപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാരെയും കോൺഗ്രസ് അണികളെയും സാധാരണക്കാരെ മെമ്പറായി മത്സരിക്കുന്ന ആരുടെയെങ്കിലും ഒരു വികാരം ഇവരുടെ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ ഇന്നലെ വരെ സംരക്ഷിക്കായിരുന്നോ? അവരെ സംരക്ഷണം എന്തുകൊണ്ടാ ഈ റീൽ സംഘത്തിന് വേണ്ടിയിട്ട് സംരക്ഷിച്ച് ഇനി 2 ദിവസം അപ്പുറം എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് 2 ദിവസത്തിനപ്പുറം പഞ്ചായത്ത് ഇലക്ഷനാണ് വരുന്നത്. ഇതുകൊണ്ടാണ് സ്വർണ്ണക്കൊള്ള മറയ്ക്കാൻ പറ്റുന്നത്. സ്വർണ്ണക്കൊള്ള മറയ്ക്കാനുള്ള കാരണം എന്താ? നിങ്ങൾ തന്നെ ഉണ്ടാക്കി കൊടുത്ത കേസാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ അന്നേ പുറത്താക്കിയിട്ട് സ്വർണ്ണക്കൊള്ളയാണ് കേസ് എന്ന് പറയേണ്ട പാർട്ടിയുടെ പേര് കോൺഗ്രസ് ആയിരുന്നില്ലേ? സ്വർണ്ണക്കൊള്ളയ്ക്ക് ചർച്ച ചെയ്യാൻ ആളെ വിടാതിരിക്കുകയും രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിലേ ഞങ്ങൾ ഉള്ളൂ എന്ന് പറയുകയും ചെയ്ത നിലപാട് അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം എന്താണ്? അല്ല, ഈ രൂപത്തിൽ അല്ല, ഇന്ന് തൊട്ട് വിടേണ്ട കാര്യമില്ല എന്നാണ് അവർ പറയുന്നത്. ഇന്നലെ വരെ വന്നിരുന്നു. അതെ, ഓരോ രാഷ്ട്രീയ തീരുമാനമാണ്. ഞാൻ പറയുന്നത് എന്താണ്, കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസ് എടുക്കുന്ന ഒരു തീരുമാനം ഉണ്ടായിരുന്നു. എന്താണ്? ഇവിടെ പഞ്ചായത്ത് ഇലക്ഷനാണ് വരുന്നത്. ലക്ഷക്കണക്കിന് വരുന്ന കോൺഗ്രസ് അണികൾക്കും കോൺഗ്രസ് പ്രവർത്തകർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ഇദ്ദേഹത്തെ നിർത്തിക്കൊണ്ട് പോകാൻ പാടില്ല എന്ന് ചോദ്യം ചെയ്ത് ACC തുടങ്ങി, പ്രതിപക്ഷ നേതാവ് തുടങ്ങി, മുൻ പ്രതിപക്ഷ നേതാവ് തുടങ്ങി, ഇവിടുത്തെ വനിതാ നേതാക്കന്മാർ മുഴുവൻ പറഞ്ഞിട്ടും എന്താണ് ഉചിതമായ തീരുമാന സമയം വരാൻ വേണ്ടി അങ്ങനെന്തിനാണ് ഈ പഴയ വാർത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ഇപ്പോഴത്തെ വാർത്തയിലേക്ക് ഇതൊക്കെ കൊണ്ടാണ് കേരള പോലീസ് പിടിക്കാതിരുന്നത്. അതുകൊണ്ട് ഇതൊക്കെ കൊണ്ടാണ് കേരള പോലീസ് പിടിക്കാതിരുന്നത്. കേരള പോലീസ് പ്രതിപക്ഷ പാർട്ടിക്ക് ബഹുമാനമൊന്നും കൊടുക്കണ്ട. ഒരു മിനിറ്റ്, സിമ്പിളായ ഒരു കാര്യം ചോദിക്കട്ടെ. കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു MLA ഒരു പീഡന കേസിൽ പെട്ടു, 2 പീഡന കേസിൽ പെട്ടു, 3ാമത്തെ പീഡന കേസ് ഉണ്ടോയെന്ന് അറിയില്ല, കുറേ ഉണ്ടെന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള MLA ഇവർ ഇത്രയും നാളും പ്രധാനപ്പെട്ട യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ പോസ്റ്റിലിരുന്ന ആണല്ലേ? അദ്ദേഹം ഈ 2-3 കൊല്ലം കൊണ്ട് കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങളാണിത് മുഴുവൻ. ഇതെന്താണ്? ക്രിമിനൽ സ്വഭാവമുള്ള പരാതികളൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ രാഷ്ട്രീയ നേതാക്കന്മാരാണ് ഇവിടെയുള്ളത്. അവരിത് സംരക്ഷിച്ചിട്ട് ഈ അവസാന നിമിഷം വരെ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ഒരു ദിവസം മുന്നേ വരെ ഇന്നലെ വരെ സംരക്ഷിച്ച് ഇന്നലെ കോടതി ജാമ്യം തള്ളിയപ്പോൾ മാത്രം പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയപ്പോൾ എന്തുകൊണ്ടാണ് ഇന്നലെ വരെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിച്ചത് എന്ന് പറയേണ്ട ഉത്തരവാദിത്തം കോൺഗ്രസ് പാർട്ടിക്കില്ലേ? ഒരൊറ്റ സെക്കൻഡ്. ഇന്നലെ വരെ സംരക്ഷിച്ചതെന്ന് പറയേണ്ട ഉത്തരവാദിത്തം കോൺഗ്രസ് പാർട്ടിക്കില്ലേ? ഇന്ന് രാവിലെ ഇന്നലെ രാത്രി ജാമ്യം തള്ളിയതിനു ശേഷം കേരള പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്താണ്? ഒരു മിനിറ്റ് പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യട്ടെ. അതുവരെ ചെയ്തിട്ടില്ല. വെറുതെ പോലീസിന്റെ പെട്രോൾ നിറഞ്ഞ് സുള്ളിയെ പോയി, ബാംഗ്ലൂരിൽ പോയി, തമിഴ്നാട്ടിൽ പോയി. നിങ്ങൾ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? ഇന്നലെ കർണാടകയിൽ പോയി അവിടുത്തെ ഇവരെ സഹായിനെ അറസ്റ്റ് ചെയ്തു, ഡ്രൈവറെ അറസ്റ്റ് ചെയ്തു. അപ്പോഴാണ് അറിയുന്നത് അവിടുത്തെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ്. കോൺഗ്രസ് പുറത്താക്കി, കോൺഗ്രസിനോടുള്ള ബഹുമാനം കൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ല പറഞ്ഞത്. പുറത്താക്കി കഴിഞ്ഞ ആളോട് പിന്നെയും ബഹുമാനം എന്തിനാ വെക്കുന്നത്? പുറത്താക്കി കഴിഞ്ഞാൽ നിങ്ങൾ സംരക്ഷണം കർണാടക എന്ന് പറഞ്ഞ എവിടെ സംരക്ഷണം? ഏത് നേതാവ് എവിടെ സംരക്ഷണം? തിരക്കില്ല എന്നാണ് പ്രശ്നം. ഇനി തിരക്കില്ല എന്നിടത്താണ് രാഷ്ട്രീയം സംശയിക്കുന്നത്. നമുക്ക് തിരിച്ച് തമിഴ് വിളക്ക് ശേഷം. സുജിയ, സർക്കാർ പ്രതിരോധത്തിലാണോ? സർക്കാർ പ്രതിരോധത്തിലാണോ എന്നുള്ള ചോദ്യം തന്നെ ഇന്നത്തെ ദിവസം അപ്രസക്തമാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം സർക്കാരിൻ്റെ തലവനായ മുഖ്യമന്ത്രി ഇന്ന് മാധ്യമപ്രവർത്തകർക്ക് ആർക്ക് വേണമെങ്കിലും ഏത് വിഷയത്തിലും ചോദ്യങ്ങൾ ഉന്നയിക്കാമെന്ന് പറഞ്ഞ് ഞാൻ മനസ്സിലാക്കുന്നത് 1 മണിക്കൂറെങ്കിലും മാധ്യമങ്ങൾക്ക് മുന്നിൽ, അതായത് 50 മിനിറ്റ് അദ്ദേഹത്തിന് പറയാനുള്ളത് പറഞ്ഞിട്ട് 10 മിനിറ്റിൽ 5 ചോദ്യം എടുക്കുന്ന സ്ഥിരം വാർത്താ സമ്മേളനമല്ല, 6 മണി വാർത്താ സമ്മേളനത്തിൻ്റെ ശൈലിയല്ല, മുഖാമുഖം വന്ന് മുഖ്യമന്ത്രി വന്നിരുന്നതാണ്. ആ കാര്യത്തിൽ എല്ലാ ചോദ്യങ്ങളും EDയുടെ നോട്ടീസ് അടക്കമുള്ള എല്ലാ ചോദ്യങ്ങളും മുഖ്യമന്ത്രി നേരിട്ടു. ഒരു സർക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സർക്കാരിന്റെ തലവനായ മുഖ്യമന്ത്രി വന്നിരുന്ന് ഒരു മീറ്റ് ദ പ്രസ് നടത്തുമ്പോൾ അത് ഏത് ചോദ്യവും ഫേസ് ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുമ്പോൾ എങ്ങനെയാണ് സർക്കാർ പ്രതിരോധത്തിലാണ് ഈ വിഷയത്തിൽ എന്ന് പറയാൻ കഴിയുക? കാരണം രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചു, സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചു, EDയുടെ നോട്ടീസ് വന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചു. അങ്ങനെ വിവിധ വിഷയങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം മുഖ്യമന്ത്രി ഉത്തരം പറഞ്ഞല്ലോ. ഇനിയിപ്പോൾ ഈ വിഷയത്തിലേക്ക് വരാം. ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചുള്ള ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള മറുപടിയല്ലേ മുഖ്യമന്ത്രി കൊടുത്തത്? ഒരു ലൈംഗിക വൈകൃതക്കാരനാണ്
ഈ വിഷയത്തിൽ പോലീസ് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള ആഭ്യന്തര വകുപ്പിന്റെ കൂടി തലവനായ മുഖ്യമന്ത്രി പറഞ്ഞത് ഈ വിഷയത്തിൽ ഫലപ്രദമായ നടപടികളാണ് പോലീസ് സ്വീകരിക്കുന്നത്. പക്ഷേ പോലീസിന്റെ കണ്ണു വെട്ടിച്ച് ആൻഡോ സാർ നേരത്തെ സംസാരിച്ചപ്പോൾ ഞാൻ ഇടപെടാതിരുന്നതാണ്, അദ്ദേഹത്തിന്റെ മറുപടി അദ്ദേഹം പറഞ്ഞോട്ടെ എന്ന് വെച്ച്. ഇവിടെ സംരക്ഷണം ഒരുക്കുന്നത് ആരാണ് എന്ന് മാഡം തിരിച്ചു ചോദിച്ചല്ലോ. മുഖ്യമന്ത്രി എന്ന് മറുപടി പറഞ്ഞു. പോലീസിന്റെ കണ്ണു വെട്ടിച്ച് സംരക്ഷണം ഒരുക്കുന്ന നടപടികൾ ബോധപൂർവം സംരക്ഷിക്കാൻ നടപടി എടുത്തു എന്ന് തന്നെ സംശയിക്കണം. പറയുന്നത് സ്റ്റേറ്റിന്റെ തലവനായ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തെ ഞാൻ അവിശ്വസിക്കുന്നില്ല. അപ്പോൾ മറുഭാഗത്ത് നിൽക്കുന്നത് പിടിക്കുമല്ലോ, പറയട്ടെ. അപ്പോൾ പിടിക്കണമല്ലോ, പിടിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതൊരു അമിത ആത്മവിശ്വാസത്തിൽ നിന്ന് വരുന്നതാണ്. അത് കോൺഗ്രസ് തരുന്ന ഒരു ആത്മവിശ്വാസമാണ്. ഒന്നുമല്ല ഉണ്ട നെഞ്ചത്ത് കൊള്ളും, ഉണ്ട നെഞ്ചത്ത് കൊണ്ട് ചത്തുമലച്ച് കിടക്കാൻ തയ്യാറായിക്കോളൂ. കോൺഗ്രസിനെ കാത്തിരിക്കുന്നത് അത് തന്നെയാണ്. ഞാനത് പൂർത്തിയാക്കിക്കോട്ടെ. ശരി, ഇവിടെ ഞാനത് വേറൊരു കോൺടെക്സ്റ്റിലേക്ക് കൊണ്ടുപോകുന്നില്ല. താങ്കൾ പറഞ്ഞ വാക്കിൽ പിടിച്ചു വേണമെന്നുണ്ടെങ്കിൽ ആരാണ് അതിന് പോയതെന്നുള്ളത് പറയാം. ഞാൻ ഈ വിഷയത്തിൽ ഒന്ന് നിൽക്കട്ടെ. ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ള അവസരമാണ് വഴിതിരിച്ചു വിടാനുള്ള കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ ആ ഒരു വഴുക്കൽ ന്യായം. അത് പക്ഷെ താങ്കൾ കുറെ നേരമായി ബാറ്റ് ചെയ്തത് രാഹുൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇവിടെ CPIM നടപടി എടുക്കുന്നില്ല. CPIM ആണോ രാഹുൽ മാങ്കൂട്ടത്തിനെ പോയി പിടിക്കേണ്ടത്? എനിക്ക് മനസ്സിലാവുന്നില്ല. CPIM പോയി രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിച്ചുകൊണ്ടുവന്ന് കൊടുക്കണം എന്നുള്ള രീതിയിൽ CPIM നടപടി എടുക്കുന്നില്ല, അല്ലെങ്കിൽ CPIM എടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു നറേറ്റീവ് ഒക്കെ, അതൊക്കെ എത്ര ഒരു റിഡിക്കുലസ് ആയിട്ടുള്ള ഒരു നറേറ്റീവാണ് സെറ്റ് ചെയ്യുന്നത്. ശരിക്കും തെരഞ്ഞെടുപ്പാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇറങ്ങി വോട്ട് ചോദിക്കാനായി ഞാൻ കഴിഞ്ഞ ദിവസവും ചർച്ചയിൽ പറഞ്ഞതാണ്. ഒരു പുരുഷ സ്ഥാനാർത്ഥിക്ക് എങ്ങനെയാണ് ഒരു വീട്ടിൽ കയറി സ്ത്രീകളോട് വോട്ട് ചോദിക്കാൻ കഴിയുക? ഒരു ബലാത്സംഗിയെ കൊണ്ടു നടന്ന ഒരു പാർട്ടിയുടെ അംഗമായിരുന്നു കൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചോദിക്കാൻ കഴിയുക? നാണം കെട്ട് പ്രതിരോധത്തിൽ നിൽക്കുന്ന പാർട്ടിയുടെ പേര് കോൺഗ്രസ് എന്നാണ്. അത് നിങ്ങൾക്ക് ഇനിയും മനസ്സിലായില്ലേ? ഇനിയും പോലീസിന്റെ കഴിവുകേട്, പോലീസ് പിടിക്കുന്നില്ല എന്ന് പറയുമ്പോൾ പോലീസ് പിടിക്കേണ്ട ആ കുറ്റകൃത്യം ഏറ്റവും ഗുരുതരമായ, കേരളത്തിൽ ഇന്നേ വരെ ഒരു MLA യും ചെയ്തിട്ടില്ലാത്ത, ഇന്ത്യയിൽ ഇന്നേ വരെ ഒരു MLA യും ചെയ്തിട്ടില്ലാത്ത, അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധിയും ചെയ്തിട്ടില്ലാത്ത കുറ്റകൃത്യം തന്നെയാണ്. പ്രജ്വൽ രേവണ്ണയുടെയോ മറ്റാരുടെയോ കേസ് നിങ്ങൾ എടുത്തു നോക്കിക്കോളൂ. ഇതുപോലെ ഗർഭിണിയാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വിവാഹ വാഗ്ദാനം നൽകിക്കൊണ്ട് തുടർച്ചയായി പെൺകുട്ടികളെ ഇരയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വൈകൃതത്തിനുടമയായ ഒരാളെ, അതൊരു വൈകൃതം തന്നെയാണ്. അതായത് ഗർഭമുണ്ടാക്കുക എന്ന് പറയുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു സാഡിസ്റ്റ് ആയിട്ടുള്ള ഒരു റേപ്പിസ്റ്റിന്റെ മനോഭാവമാണ് അയാൾക്കുള്ളത്. അതുപോലെ ഒരാളെ മറ്റൊരാളുമായും ഒരു കേസുമായി ഇക്വേറ്റ് ചെയ്യാൻ ഞാൻ തയ്യാറല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ആ ലൈംഗിക വൈകൃതത്തിന് അടിമയായ ആ രാഷ്ട്രീയക്കാരൻ, അയാളെ തുറന്നു കാട്ടുക തന്നെ വേണം. അയാൾ തുറന്നു കാട്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പോലീസ് ഇങ്ങനെ പിന്നാലെ ഓടുമ്പോൾ ഇയാൾ പോയി ഒളിവിൽ പാർക്കുന്ന ഇടങ്ങളും, അവസാനമായി മൊബൈൽ ഫോൺ ഓൺ ആയപ്പോൾ അത് സുള്ളയിലാണ് ലൊക്കേഷൻ കാണിച്ചത്. അതുവരെയുള്ള വിവരങ്ങളാണ് ഇതുവരെ പുറത്തു വന്നിരിക്കുന്നത്. ഇനി എവിടെ പോയി ഒളിച്ചു കഴിഞ്ഞാലും നിയമവ്യവസ്ഥയ്ക്ക് മുന്നിൽ ഇപ്പോൾ മുൻകൂർ ജാമ്യം നേടിയെടുത്തതിന് ശേഷം വിജിഗീഷുവായി രംഗത്ത് വരുന്ന ഒരു രാഹുൽ മാങ്കൂട്ടത്തിനെ ആയിരിക്കും നിങ്ങളൊക്കെ ഒരു പക്ഷേ പ്രതീക്ഷിക്കുക. പക്ഷേ ജനങ്ങളുടെ മുന്നിൽ, ജനങ്ങളുടെ കോടതിയിൽ അയാൾക്കുള്ള ശിക്ഷ കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനി കേരളത്തിൽ ഏത് മണ്ഡലത്തിൽ പോയി നിന്നാലും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു സ്ത്രീയും ആൾക്കാരുടെ മേലെ അങ്ങനെ അഭിപ്രായം പറയാൻ അങ്ങനെ പറയുന്നത്. നിങ്ങളത് അതിനെ പിന്താങ്ങുന്നത് പോലീസ് പിടിക്കുന്നു. മാഡം കോൺഗ്രസ് പറയുന്ന കാര്യങ്ങൾ ഏറ്റു പറയുമ്പോഴേക്ക് തിരിച്ചു പറയുന്നത് കേൾക്കാൻ തയ്യാറാവണം. CPIMന്റെ വാദമാണോ പറഞ്ഞത്? ഞാൻ എന്റെ വാദമാണ് പറഞ്ഞത്. ഞാൻ എന്റെ വാദമാണ് പറഞ്ഞത്. ഞാൻ എന്റെ വാദമാണ്, എന്റെ അഭിപ്രായമാണ് പറഞ്ഞത്. അല്ലല്ല, എന്തെങ്കിലും ചാർത്തി വെക്കാൻ പറ്റില്ല. ചാർത്തി വെച്ചില്ല. മാഡത്തിന് ഇത്ര പൊള്ളുന്നത് എന്തിനാ? അല്ല, എനിക്കല്ല പൊള്ളുന്നത്. 2 പ്രാവശ്യമായി പറയുന്നു. ഞാനും ഇത് ചർച്ച നിയന്ത്രിക്കുന്ന ആളാണല്ലോ. ആരുടെ പേരിലും ഇന്ന പാർട്ടി എന്ന് അങ്ങനെ ചാപ്പ കുത്താൻ പറ്റില്ലെന്നേ നമ്മുടെ അഭിപ്രായം പറയാം. ശരി, അപ്പോൾ CPIMനെയും അതുപോലെ തന്നെ BJPയും ഒക്കെ എടുത്ത് ഇവിടെ ജിമ്മി ജെയിംസ് പറഞ്ഞപ്പോൾ ഈ എതിർപ്പൊന്നും മോഡറേറ്ററുടെ ഭാഗത്ത് അല്ലല്ല, BJPയുടെ ഒരാളെ പറ്റി പറഞ്ഞ ഉടനെ തന്നെ ഇടപെടുന്നു. അങ്ങനെ ഇടപെടുന്ന കാര്യമില്ലല്ലോ. അല്ലല്ല, മാഡം ഇടപെട്ടില്ല. ഞാൻ വിഷയത്തിലേക്ക് വരട്ടെ. അപ്പോൾ എൽദോസ് കുന്നപ്പള്ളിക്കും MN എതിരെയൊക്കെ നടപടി എടുത്തിട്ടാണ് കോൺഗ്രസ് ഈ പറയുന്നത് എന്നുള്ളത് അറിയുമ്പോഴത്തേക്കും എനിക്ക് വലിയ ആത്മാഭിമാനം തോന്നുന്നുണ്ട്. കാരണം അവരൊക്കെ ജയിലിൽ കിടന്നതിനെതിരെ നടപടി എടുത്തിട്ടാണല്ലോ ബാക്കിയുള്ളവർക്കെതിരെ നടപടി എടുത്തില്ല എന്നൊക്കെ പറയുന്നത്. ഇന്നലെ ഗതികെട്ടാണ് നടപടിയെടുത്തത്. ഇന്നലെ സമൂഹ മധ്യത്തിൽ മുഖം വികൃതമായി പൊളിഞ്ഞിളകി നിന്നതിന് ശേഷമാണ് നടപടിയെടുത്തത്. അല്ലാതെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റി ഇൻഫർമേഷൻ കിട്ടിയിട്ടൊന്നുമല്ല. നടപടിയെടുത്ത് കയ്യിൽ വെച്ചേക്കായിരുന്നു. അതെ, അടുത്ത മിനിറ്റിൽ പുറത്തുവിടാൻ. അതായത് മുൻകൂർ ജാമ്യമില്ല എന്ന് കോടതി വിധി പ്രൊനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മിനിറ്റിൽ ഇതാ നടപടി എന്ന് പറഞ്ഞുകൊണ്ട് വാർത്താക്കുറിപ്പ് പുറത്തേക്ക് വിടുകയാണ്. പറയട്ടെ. അപ്പോൾ രാഹുലിനെ സംബന്ധിച്ച് പുറത്തു വന്നതെല്ലാം ഇന്ന് മുഖ്യമന്ത്രി കൃത്യമായി അതിന് മറുപടി നൽകിയിട്ടുണ്ട്. അപ്പോഴും സർക്കാർ പ്രതിരോധത്തിലാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിന്റെ വക്രബുദ്ധി
ഞാനൊന്ന് തുറന്നു കാട്ടാൻ വേണ്ടി ഇത്രയും ഞാൻ പോയി എന്നേ ഉള്ളൂ. ഈ ലൈംഗിക വൈകൃതക്കാരന്റെ നടപടികൾ പൊതുസമൂഹത്തിനോ പൊതുപ്രവർത്തകനോ ആർക്കും തന്നെ ചേരുന്നതല്ല. ആരും അനുകരിക്കരുതാത്ത ഒരു മാതൃകയാണ് അയാൾ ഇവിടെ തുറന്നു വെച്ചിരിക്കുന്നത്. അപ്പോൾ ആരോപണം ഉയരുമ്പോൾ തന്നെ ഇയാളെ മാറ്റി നിർത്തിയിരുന്നെങ്കിൽ കോൺഗ്രസിന് അന്തസ്സുണ്ടെന്ന് പറഞ്ഞേനെ കേരളം. ആ അന്തസ്സ് നഷ്ടപ്പെടുത്തി ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഇനി അറസ്റ്റ് വൈകുന്നതിനെ കുറിച്ച് പറഞ്ഞ്, സ്വർണ്ണക്കൊള്ളയെ കുറിച്ച് പറഞ്ഞ്, പല പല വിഷയങ്ങൾ പറഞ്ഞാലും അന്തസ്സില്ലായ്മയുണ്ട് എന്നുള്ളത് ജനത്തിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞ സാഹചര്യമാണ്. ഇനി അടുത്തത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നഗരഹൃദയത്തിൽ നിന്ന് റിസോർട്ടുകളിലേക്ക്, വമ്പന്മാരുടെ സംരക്ഷണയിലേക്ക് പോയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പിന്നാലെ പോകുന്ന SITക്ക് ഇതിനകം തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ അന്വേഷണത്തെ അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന്റെ ആത്മവീര്യത്തെ കെടുത്താൻ ഞാൻ തയ്യാറല്ല. അവർ അന്വേഷിക്കട്ടെ. ഇത്രയ്ക്ക് ഉറപ്പുള്ള ഇയാളൊരു ലൈംഗിക വൈകൃതക്കാരനാണെന്ന് മുൻപേ അറിയാവുന്ന, രേഖാമൂലമുള്ള പരാതിയല്ലാതെ മറ്റു തരത്തിലൊക്കെ ഇതൊക്കെ അറിയാമായിരുന്ന ആളുകൾ എന്തിനാണ് ഇത്രയും കാലം ഇയാളെ പൊതിഞ്ഞു കൊണ്ടു നടന്നത്, ഇങ്ങനെ ഘട്ടം ഘട്ടമായി ഉയർത്തിക്കൊണ്ടുവന്നത്? 2017 2025 ഇടയിൽ അയാൾക്ക് ലഭിച്ചിട്ടുള്ള ഉയർച്ച, ആ രാഷ്ട്രീയത്തിലെ അയാളുടെ വളർച്ച എന്ന് പറയുന്നത് മറ്റു പ്രവർത്തകർക്ക് കിട്ടിയ അതേ രീതിയിലാണോ? ഉമ്മൻചാണ്ടി അടക്കം മുന്നോട്ട് വെച്ച പേരുകൾ തള്ളിക്കൊണ്ട് ഇയാളെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവരുന്നതിനായിട്ട് നടത്തിയിട്ടുള്ള നെറുകെട്ട നീക്കങ്ങൾ അടക്കം കേരളീയ പൊതുസമൂഹത്തിന് മുന്നിൽ വന്ന് കഴിഞ്ഞ സാഹചര്യമാണ്. ഇനി ഈ പ്രതിരോധത്തെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഒരു കാര്യം കൂടി പറയാം. ഇവിടെ എന്ത് പ്രതിരോധമാണുള്ളത്? ഇവിടെ ഇടതുപക്ഷത്തിനായാലും BJPക്കായാലും അവരുടെ പ്രചാരണ അജണ്ട എന്താണ് മുന്നോട്ട് വെച്ച് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. അതിന് കഴിയാതെ പതറി നിൽക്കുന്ന പാർട്ടിയുടെ പേര് കോൺഗ്രസ് എന്നാണ്, പതറി നിൽക്കുന്ന മുന്നണിയുടെ പേര് UDF എന്നാണ്. എന്തിന്? ലീഗിന് തന്നെ നാണക്കേടാണ് പോയി വോട്ട് ചോദിക്കാൻ. അപ്പുറത്ത് ലീഗിന്റെ കൂടെ തോളിൽ കൈയിട്ട് നടന്ന പാലക്കാട് പ്രചാരണത്തിന് ലീഗും പോയതാണ്, വോട്ട് പിടിക്കാൻ പോയതാണ്, പിരായിരിയിലൊക്കെ പോയി വോട്ട് പിടിച്ചതാണ്, എല്ലായിടത്തും പിടിച്ചതാണ്. അങ്ങനെ തോളിൽ കൈയിട്ട് നടന്ന ലീഗുകാർക്ക് പോലും നാണക്കേടുണ്ടാക്കി വെച്ചിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന MLA. അയാൾ കോൺഗ്രസ് ടിക്കറ്റിൽ ജയിച്ച MLA ആണ്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെങ്കിൽ അയാൾ കോൺഗ്രസ് ടിക്കറ്റിൽ ജയിച്ച MLA ആയി ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ വിഷയത്തിൽ എനിക്ക് ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. മുങ്ങുന്ന കപ്പലായി കോൺഗ്രസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ കൂടുതൽ മുക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ കേസ് എന്തായാലും വഴിവെച്ചിട്ടുണ്ട്. മാത്രമല്ല പിണറായി വിജയനെ ഇതിനകത്ത് രാഷ്ട്രീയം പഠിപ്പിക്കേണ്ട കാര്യമുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ ഇയാൾക്ക് കൂടുതൽ ഹീറോയിക്കായിട്ടുള്ള ഒരു മൈലേജ് കൊടുക്കണ്ട എന്ന് തീരുമാനിച്ചിട്ട് തന്നെയായിരിക്കും നേരത്തെ അറസ്റ്റ് ചെയ്യാത്തത്. ഈ ശബരിമല ഇവർ ഇലക്ഷൻ ഉപയോഗിക്കുന്നില്ല കേട്ടോ. ഇല്ല, അത് ഇടയ്ക്കൊരു മറ്റേ ഇതിട്ടിരുന്നല്ലോ, ഫേസ്ബുക്കിലൊക്കെ ഒരു ക്യാമ്പയിൻ തുടങ്ങി വെച്ചായിരുന്നു. പിന്നീട് അതേക്കുറിച്ച് മിണ്ടുന്നില്ല. കാരണം രാഹുലിന്റെ കാര്യം പറഞ്ഞു തീർത്തിട്ട് വേണമല്ലോ സ്വർണ്ണക്കൊള്ളയെ കുറിച്ച് പറയാനായിട്ട്. മാത്രമല്ല ഈ കോൺഗ്രസിനകത്ത് തന്നെ ഈ ഉൾപാർട്ടി പിരിവുകൾ അല്ലെങ്കിൽ അകത്ത് തന്നെയുള്ള ഭിന്ന സ്വരങ്ങൾ ഒരു വിഷയത്തിൽ യൂണിഫൈഡ് ആയിട്ട് ഒരു തീരുമാനമെടുക്കാൻ പോലും കഴിയുന്നില്ല എന്നത് ഇതുപോലെയുള്ള സ്ത്രീകളെ ബാധിക്കുന്ന ഒരു വിഷയത്തിൽ നമ്മൾ കാണുകയാണ്. ഹൈക്കമാൻഡ് ഇനിയും ഈ വിഷയത്തിൽ പരസ്യമായി ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. എക്സ്പോസ്ഡ് ആണ് കോൺഗ്രസ്, സർക്കാരല്ല പ്രതിരോധത്തിൽ. ശരി, നമ്മുടെ വിഷയം സർക്കാർ പ്രതിരോധത്തിലോ എന്നുള്ളതായിരുന്നു. കോൺഗ്രസുമായി ബന്ധപ്പെട്ട് പലതരത്തിൽ നേതാക്കളിൽ നിന്ന് വരുന്ന പ്രതികരണങ്ങൾ, രാഹുൽ മാങ്കൂട്ടത്തിലെ പുറത്താക്കണമെന്ന ഉറച്ച നിലപാടെടുത്ത ചില നേതാക്കളുടെ പ്രതികരണങ്ങൾ, അങ്ങനെ അഴകുഴമ്പൻ സമീപനമെടുത്ത ചില നേതാക്കൾ, ഇന്നലെ മുൻകൂർ ജാമ്യം തള്ളിയ ശേഷം നേരത്തെ നടപടിയെടുക്കണമെന്ന് പറഞ്ഞ നേതാക്കളോട് ചേർന്ന് നിലപാട് മാറ്റിയ നേതാക്കൾ, ഇതൊക്കെ തന്നെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. ഇന്നത്തെ നമ്മുടെ വിഷയം 9ാം ദിവസമായിട്ടും എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടില്ല. 4 വാർഡും പോലീസിനെ വിന്യസിച്ചെന്ന് പറയുന്നു. അതിർത്തികൾ തിരച്ചിൽ നടത്തുമെന്ന് പറയുന്നു. വരുന്ന കാറുകളൊക്കെ നിർത്തിച്ചുകൊണ്ട് കാറിനകത്തേക്ക് ടോർച്ചടിച്ച് നോക്കുന്ന പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുന്നില്ല. ഇതാണ് നമ്മുടെ മുന്നിലെ ഇപ്പോഴത്തെ യാഥാർത്ഥ്യം. എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? ഇന്നലെ വരെ കോൺഗ്രസ് ഇതാ ഇയാളെ വെച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതായിരുന്നു CPM-നും സർക്കാരിനുമുള്ള പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആയുധം. ആ ആയുധം ഇന്നലത്തോടുകൂടി നഷ്ടമായിരിക്കുന്നു. ആ ആയുധം നഷ്ടമായി കഴിയുമ്പോൾ എന്തുകൊണ്ടാണ് അറസ്റ്റിലേക്ക് പോകാത്തത്? ഇനി അറസ്റ്റിന്റെ ആവശ്യമില്ലെന്നേ ആ ആയുധം പ്രയോഗിച്ചു കഴിഞ്ഞു. അതായത് സ്വർണ്ണക്കൊള്ള, ശബരിമല സ്വർണ്ണക്കൊള്ള എന്നുള്ള ഗുരുതരമായ വിഷയം, വിശ്വാസവുമായി ബന്ധപ്പെട്ടും വിശ്വാസികളെ ബന്ധപ്പെട്ടും ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം വന്നപ്പോൾ സർക്കാർ പ്രതിരോധത്തിൽ തന്നെയായിരുന്നു. ആ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല. പ്രതികരിച്ച മറുപടികൾ തന്നെ ഏറ്റവും തമാശ രൂപത്തിലുള്ള പ്രതികരണമായിരുന്നു. നിങ്ങൾക്കില്ലാത്ത പ്രശ്നം ഞങ്ങൾക്കില്ലാത്ത പ്രശ്നം എന്തിനാണ് നിങ്ങൾക്ക് എന്ന മറുപടി വരെ പാർട്ടി സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് വന്നു. പാർട്ടിയുടെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ വഹിക്കുന്ന 2 പേർ ഇപ്പോൾ ജയിലിലാണ്. ആ കേസ് അവിടെ നിൽക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നിന്നും മുഖം രക്ഷിക്കാൻ രാഹുൽ മാങ്കൂട്ടൽ വിഷയത്തിനായിട്ടുണ്ട്. അത് കോൺഗ്രസിന് ക്ഷീണവുമായിട്ടുണ്ട്. അത് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തത്? ഇവിടെ സംരക്ഷണം നൽകുന്നത് ഒരു മുതിർന്ന അഭിഭാഷകയാണ് കർണാടകയിൽ എന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ആ മുതിർന്ന അഭിഭാഷകയെ അറസ്റ്റ് ചെയ്യണമല്ലോ. തെളിവുകളുണ്ടെങ്കിൽ ആ നിലയ്ക്ക് പോകണമല്ലോ. ആരാണ് സംരക്ഷിക്കുന്നത് അവരെ പിടികൂടാമല്ലോ. എന്താണ് തടസ്സം? ഒരു തടസ്സവും ഇല്ല. അപ്പോൾ കോൺഗ്രസിനോടും പ്രതിപക്ഷത്തോടുള്ള ബഹുമാനത്തിന്റെ ഭാഗത്തിലല്ല, ഈ ബഹുമാനമൊക്കെ പല ഘട്ടത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടെന്നേ. ഉമ്മൻചാണ്ടിയോടില്ലാത്ത ബഹുമാനം, ഉമ്മൻചാണ്ടിയെ ഏത് രൂപത്തിൽ അപമാനിച്ചു എന്ന് വാർത്താ സമ്മേളനം നടത്തി ഇവിടെ അപമാനിച്ച് നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അതില്ലാത്ത ബഹുമാനം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ കോൺഗ്രസിനോട് കാണിക്കുമെന്ന് കരുതാൻ ഇവിടെ ജനങ്ങൾ വിഡ്ഢികളല്ല. അപ്പോൾ ഈ വിഷയം പരമാവധി ഉപയോഗിച്ചു. ഇനി ഉപയോഗിക്കാൻ പറ്റുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് അടുത്ത ദിവസം നമുക്ക് നോക്കാം. നാളെ കഴിഞ്ഞ് മറ്റന്നാളായിരിക്കാം അറസ്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ നാളെ കോടതി എടുക്കുന്ന നിലപാടും പ്രധാനമാണ്. ഇനി രണ്ടാമത്തെ കാര്യം,
പോലീസിനെ പ്രോസിക്യൂഷൻ ഇന്നലെ കോടതിയിൽ കൊടുത്തിരിക്കുന്ന വാദമുഖങ്ങൾ അനുസരിച്ച് ബലാത്സംഗം ആണ് പ്രധാനമായിട്ടും പറഞ്ഞിരുന്നത്. രണ്ടാമത്തത് ഈ പറഞ്ഞ നിർബന്ധിത ഗർഭചിത്രം, അതിന് തെളിവുകൾ പ്രോസിക്യൂഷന് മുന്നോട്ട് വയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. അത് പോലീസ് അന്വേഷിച്ച് കണ്ടെത്തിയത് തന്നെയാണ്. അതിൽ പോലീസിന് ആ കാര്യത്തിൽ അഭിമാനിക്കുകയും ചെയ്യാം. പക്ഷേ ബലാത്സംഗം എന്ന വാചകം കോടതി ഏറ്റെടുത്തിട്ടില്ല. മാത്രമല്ല ഹാബിച്വൽ ഒഫൻഡർ എന്ന പ്രോസിക്യൂഷന്റെ വാദവും കോടതി ഏറ്റെടുത്തിട്ടില്ല എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. നാളെ ഹൈക്കോടതി എടുക്കുന്ന നിലപാട് പ്രധാനമാണ്. കാരണം ബലാത്സംഗം നടത്തിയിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. കൺസെൻഷ്യൽ ബന്ധമായിരുന്നു എന്ന് പറയുന്നു. ആ രൂപത്തിൽ അയാൾക്ക് അത് തെളിയിക്കാൻ പറ്റുമോ എന്നുള്ളത് ഒരു ആശങ്ക അവിടെ നിൽക്കുന്നു. അപ്പോഴും നിർബന്ധിത ഗർഭചിത്രം എന്ന വിഷയം, അതിനെ കോടതി എങ്ങനെ കാണുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിയമത്തെ വെല്ലുവിളിച്ച് ജനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ക്രിമിനൽ ഇപ്പോഴും ഒളിച്ചു കഴിയുന്നത് എല്ലാവർക്കും നാണക്കേടാണെന്നേ. ഇവിടുത്തെ പോലീസ് സംവിധാനത്തെ നാഴിക്ക് 40 വട്ടം പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന സംവിധാനമാണ് ഇവിടെയുള്ളത്. ഇതിൽ സി പി എം പോയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പിടിക്കണമെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. CPM-ന് ഉത്തരവാദിത്തം ഉള്ളത് ഇതിൽ ഇനിയുള്ള പ്രതികരണങ്ങൾ എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്. സർക്കാർ CPM-ന്റെ ആണല്ലോ, CPM-ന്റെ സർക്കാരല്ലേ ഭരിക്കുന്നത്. അപ്പോൾ സർക്കാരിനെ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ സർക്കാരിന് നേർക്കുണ്ടാവും. ഇന്ന് മുഖ്യമന്ത്രി വളരെ ഭംഗിയായിട്ടൊന്നല്ല മറുപടി പറയാം. മുഖ്യമന്ത്രി ഇന്ന് മുഴുവൻ രാഷ്ട്രീയ പ്രതികരണമാണ് നടത്തിയിട്ടുള്ളത്. ഈ മീറ്റ് ദ പ്രസ് എന്ന് പറയുന്നതും രാഷ്ട്രീയമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് 5 വാർത്താ സമ്മേളനങ്ങൾ നടത്തുക, അല്ലെങ്കിൽ മീറ്റ് ദ പ്രസ് നടത്തുക എന്നുള്ളത് കൃത്യമായ രാഷ്ട്രീയമാണ്. ഇതിനു മുമ്പുള്ള തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സർക്കാർ ഒന്നാകെ മന്ത്രിസഭ പുറപ്പെട്ടു പോകുന്നു, അത് കഴിഞ്ഞ് പ്രത്യേക യോഗങ്ങൾ പല സ്ഥലത്തായി വിളിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇപ്പോഴത്തെ സംവിധാനം ഇതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് ഈ ചോദ്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ചോദ്യങ്ങളോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ്. പോലീസ് എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന ചോദ്യത്തിന് കോൺഗ്രസ്സുകാർ സംരക്ഷിക്കുന്നു എന്നുള്ളത് ദുർബലമായ മറുപടിയാണെന്നേ. കേരളത്തിലെ ആഭ്യന്തരമന്ത്രി അങ്ങനെയല്ല, ഞങ്ങളുടെ പോലീസ് ഇതാ നാളെ പിടിക്കും, ഇപ്പോൾ പിടിക്കും, നമ്മുടെ കയ്യിൽ കോൺഗ്രസ് നേതാവിന് പോലീസിനെ തടയാൻ പറ്റുമോ? അല്ല, കർണാടകയിലെ കോൺഗ്രസ് സർക്കാരാണ്. അല്ല, കോൺഗ്രസ് സർക്കാർ അങ്ങനെ വെറുതെ വായി തോന്നി പറഞ്ഞിട്ട് കാര്യമില്ല. തെളിവ് വേണം. ഇല്ല, രാഷ്ട്രീയം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ തെളിവാണ് വേണ്ടത്. നോക്കൂ, ഈ രണ്ട് കർണാടകത്തിലാണ് ഒഴിവിൽ പോയെന്ന് എവിടെ അറിയാന്നേ? കർണാടകം തമിഴ്നാട്ടിലൊക്കെ ഒരു മിനിറ്റ്, ചിലപ്പോ അവിടെ ഒരു പോക്സോ എക്സ്പെർട്ട് ഉണ്ട്, അങ്ങയുടെ കൂടെ എങ്ങാനും ആണെന്ന് അറിയില്ലല്ലോ. ശരി, എല്ലാം പരിശോധിക്കണം. ആരാണ് സംരക്ഷിക്കുന്നവരെയും അറസ്റ്റ് ചെയ്യണേ? ഒരു തടസ്സവുമില്ല. സംരക്ഷിക്കുന്നവരെയും അറസ്റ്റ് ചെയ്യണം. സർക്കാർ ഈ വിഷയത്തിൽ പ്രതിരോധത്തിലാണ്. 9-ാം ദിവസം ഇത് പൂർത്തിയാകുന്നു. നാളെ 10-ാം ദിവസം മുൻകൂർ ജാമ്യ ഹർജിയിൽ ഹൈക്കോടതി എടുക്കുന്ന നിലപാട് നിർണായകമാണ്. അതുവരെയും കാത്തിരിക്കാം. അത് കഴിഞ്ഞ് സുപ്രീം കോടതിയിൽ പോകുന്നുണ്ടെങ്കിൽ അതുവരെയും കാത്തിരിക്കാം എന്നുള്ളതാണെങ്കിൽ നിങ്ങളുടെ ഇരട്ടത്താപ്പാണ് പുറത്തേക്ക് വരുന്നത്. സർക്കാർ പ്രതിരോധത്തിൽ പറഞ്ഞുകൂടെ ആ രാഹുൽ ഗാന്ധി നീ ഒന്നൊന്ന് കീഴടങ്ങൂ എന്നൊന്ന് പറഞ്ഞുകൂടെ? സംരക്ഷിക്കുന്ന പോലീസ് ഒന്ന് കീഴടക്കിട്ട് വേണം പിടിക്കാൻ കർണാടകയിലെ കോൺഗ്രസ് നേതാക്കന്മാരെയും കർണാടകയിലെ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരെയൊക്കെ കേരള പോലീസ് പോയി അറസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന അവസ്ഥ കാണാനുള്ള ശേഷി ഇല്ലാത്തതുകൊണ്ടാണ്. അത് കാണാനുള്ള ശേഷി ഇല്ലാത്തതുകൊണ്ടാണ്. ശരി ശരി ശരി, പിടിക്കട്ടെ. നിങ്ങൾക്കിനി തണുത്തിട്ട് മതിയെന്നാണ്, തണുത്തോട്ടെ എന്നാണ് ഉദ്ദേശം. സർക്കാർ പ്രതിനിധികളെന്ന ചോദ്യം യെസ് എന്ന് 2, നോ എന്ന് 2. Meet the editors.